മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് മിഥുനക്കൂറുകാർക്ക് 9ാം ഭാവത്തിലെ ശനിയും 10ലെ രാഹുവും 4ൽ നിൽക്കുന്ന കേതുവും 11ലെ വ്യാഴവും തീർച്ചയായിട്ടും ഗുണത്തെ കൊടുക്കണം. 10ൽ നിൽക്കുന്ന രാഹു അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷം കാണുന്നില്ല. പ്രത്യേകിച്ചും മരുന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ടോ ഫാർമസിയുമായി ബന്ധപ്പെട്ടോ രോഗികളെ പരിചരിക്കുന്ന വിഭാഗം, അത് ഡോക്ടർ, നഴ്സ്, ഈ വിഭാഗത്തിൽ പാരാമെഡിക്കൽ വകുപ്പ്, ഇതെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെട്ടുള്ളവർക്കൊന്നും ദോഷം കാണുന്നില്ല, അവർക്ക് ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയുമായി ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി, തങ്ങളുടേതായ ബുദ്ധിപരമായ കഴിവുകൾ അർപ്പിക്കുന്നവർക്ക് കൂടുതൽ ഗുണം കാണുന്നുണ്ട് ഈ ഒരാഴ്ച. എന്നാൽ മാതാവിന് നേരിയ അവശതയോ കുടുംബത്തിൽ ചെറിയ കലഹമോ കുടുംബത്തിൽ തങ്ങളെക്കുറിച്ചുള്ള ധാരണകൾക്ക് ചില മായാ അവസ്ഥകൾ ഉണ്ടാവുകയോ ചെയ്യാം. ധാരണകൾ തെറ്റായി മാറാം, തെറ്റിദ്ധാരണകൾ തങ്ങളെക്കുറിച്ച് ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. അതുപോലെ വീടും പരിസരവും മലിനമായി പോകുന്നതിൻ്റെയോ അദൃശ്യമായ മലിന ശക്തികളുടെ ഇടപാട് കാരണം ചില രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് വീടും പരിസരവും പരിപൂർണമായി പരിശുദ്ധമാക്കി വയ്ക്കാനുള്ള ഒരു ശ്രമം ഈ ഒരു ആഴ്ച ഇവർ നടത്തണം. മറ്റൊന്ന്, 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് സാമ്പത്തികമായിട്ട് ദോഷമൊന്നും വരുത്തുന്നതായിട്ട് കാണുന്നില്ല. ഏത് വിധേനയും അവരുടെ കർമ്മരംഗത്തിൽ നിന്നായാലും അതല്ലെങ്കിൽ മറ്റ് സൈഡായിട്ടുള്ള, അതായത് സമാന്തരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ അത് പഠനത്തിനായാലും ജോലിക്കായാലും അതല്ലെങ്കിൽ ഉല്ലാസത്തിന് വേണ്ടി ആയാൽ പോലും അത് വിജയകരമായി പൂർത്തിയാക്കപ്പെടുമെന്ന് കാണുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ദോഷം കാണുന്നില്ല. പിതാവിന് ശാരീരികമായ അവശത കാണുന്നു. അതല്ലെങ്കിൽ തങ്ങളെ ഈ ജീവിതത്തിൻ്റെ മുകളിലേക്ക് ഉയർത്താൻ സഹായിച്ച രക്ഷാകർതൃസ്ഥാനത്തുള്ള ഏത് വ്യക്തികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് വൈകാരികമായി തങ്ങളെ ചേർത്ത് നിർത്തുകയോ തങ്ങളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയോ ചെയ്ത വ്യക്തികളുമായി ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നങ്ങളോ അകൽച്ചകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ധനാഗമ മാർഗ്ഗങ്ങളിലും ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. എന്നാലും വ്യാഴത്തിൻ്റെ നില, സാമ്പത്തികമായ ഭദ്രത ഇവരിൽ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും സൂര്യനും കുടുംബത്തിലെ ചില ബന്ധങ്ങളിലെ അകൽച്ചകളും അസ്വാരസ്യങ്ങളുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കാര്യങ്ങളിൽ ഇടപെടുക. ജീവിത പങ്കാളിക്ക് അപകട സാധ്യതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലഹമോ മൂലം പിരിഞ്ഞിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമിൻ, ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും ശാരീരികമായ അവശതയോ അപകടമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കരുതലോടുകൂടി ഇരിക്കുക, പ്രാർത്ഥിക്കുക. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 31, 1, 2 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായി കാണുന്നു.